താൻ എന്തിനാ തോമാച്ച എന്നോട് കള്ളം പറഞ്ഞത്? ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല സാർ. നീ കള്ളം പറഞ്ഞു. അതുകൊണ്ടല്ലേ ഈ ചത മൊത്തം നീ മേടിച്ചത്. കള്ളം പറയുന്നത് അത് മാത്രം എനിക്ക് ഇഷ്ടമല്ല തോമാച്ച. വേറെ എന്തും ഞാൻ ക്ഷമിക്കും, പക്ഷേ ഇത് നോ വേ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. മരിച്ച സെൽവൻ എൻ്റെ സ്റ്റാഫല്ല. അവനൊരു സ്റ്റാഫായിട്ട് ഞാൻ കൂട്ടിയിട്ടുമില്ല. അവന് തോന്നുമ്പോഴേ അവൻ വരൂ, അവന് തോന്നുമ്പോൾ അവൻ പോവും. അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെ സ്റ്റാഫാക്കും സാർ? അവൻ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഞാൻ കൃത്യമായി കാശ് കൊടുത്തു വിടാറുണ്ട് സാർ. അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ല സാർ. എൻ്റെ മക്കളാണ് സത്യം. ഞാനിത് അന്വേഷിച്ചിട്ട് സത്യമല്ലെങ്കിൽ നിന്റെ നട്ടല് ഞാൻ ചവിട്ടി ഓടിക്കും. സത്യമാണ് സാർ. അല്ലെങ്കിൽ സാറിന് എന്നെ എന്ത് വേണേലും ചെയ്യാം സാർ. എന്നാ സാർ ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ സാർ. ദേവാ, അവനെ ഒന്ന് കൊണ്ടുവിട്. വേണ്ട സാർ, ഞാൻ പൊക്കോളാം സാർ. സാർ, എനിക്കൊരു സംശയമുണ്ട് സാർ. എന്താടാ? രാത്രി പടം വരച്ചോണ്ടിരിക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങ വേണ്ടേ? ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ അമ്മ, പ്ലീസ്. ആക്രിക്കടക്കാരൻ പാണ്ടി. No, you are mistaken. I am Dr. Ruben. ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരാന്ന് വിചാരിച്ചോടാ നീ? നീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാടാ ഈ ട്രാപ്പ്. സാർ, എനിക്കൊരു സംശയമുണ്ട് സാർ. എന്താടാ? ഇത് പറയാമെന്ന് എനിക്കറിയില്ല സാർ. ഒരു സംശയം മാത്രമാണ്. നീ പറടാ. എൻ്റെ സ്റ്റാഫില്ലേ ആ പാണ്ടി? ഏത് തമിഴ് രസന? ആ, കുറച്ച് ദിവസങ്ങളായി എനിക്ക് അവന് നല്ല സംശയമുണ്ട് സാർ. കാരണം അവൻ ആരോടോ സ്ഥിരമായി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് സാർ. നല്ല വിദ്യാഭ്യാസമുള്ള ആളെ പോലെ. പിന്നെ സാറേ, അവന് സ്വന്തമായിട്ടൊരു ഫോൺ നമ്പർ ഇല്ല. എൻ്റെ കടയിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു ബംഗാളി ഉണ്ട് സാർ, ബാബു. അവൻ്റെ പേരിലുള്ള സിമ്മാണ് സാർ ഇപ്പോൾ അവൻ ഉപയോഗിക്കുന്നത്. ഈ ബാബു മരിച്ചുപോയി സാർ. കഴിഞ്ഞ ദിവസം അവൻ ഇല്ലാത്ത സമയം നോക്കി ഞാൻ അവൻ്റെ ബാഗ് ഒന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ഞാൻ കണ്ടത് ആ ബാഗിനുള്ളിൽ കുറേ സർജിക്കൽ ബ്ലേഡുകൾ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ബ്ലേഡേ. പിന്നെ ഞാൻ പണിക്കിടയിൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടേ, അവൻ്റെ ശരീരത്തിൽ നിറയെ നമ്പറുകൾ പച്ച കുത്തിയിട്ടുണ്ട് സാർ. പിന്നെ ഐ ലവ് മീ എന്നൊക്കെ കോറി എഴുതിയിട്ടുണ്ട് സാർ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പന്തികേട് തോന്നി സാർ. ഇന്ന് നിന്നെ കൃത്യമായി കുടിക്കാതെ എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ? ആ, എന്താ അലക്സേ? സാർ, അത്യാവശ്യമായിട്ട് എനിക്ക് നേരിട്ട് കാണണം. ആ,
സാർ, കൊലപാതകങ്ങളെല്ലാം നടന്നിരിക്കുന്നത് 1-2 മാസങ്ങളിലാണ്. ഒന്നാമത്തെ കൊലപാതകം ജനുവരി 1, രണ്ടാമത്തേത് മാർച്ച് 2, മൂന്നാമത്തേത് മെയ് 3. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഉള്ള കൊലപാതകം നടക്കാനുള്ള സാധ്യത ജൂലൈ 4. ഇന്നാണ് ജൂലൈ 4. സാർ, ഇന്ന് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നിരുന്നു. അവിടെ അപരിചിതമായ ഒരു പന്ത് കണ്ടു എന്നും പറഞ്ഞു. ഈ മരണം നടന്ന എല്ലാ വീടുകളിലും അവിടെ ഒരു കോമൺ ആയി പന്ത് കാണപ്പെട്ടിട്ടുണ്ട്. അത് കൂടാതെ ഒരു ബ്ലാക്ക് സ്റ്റിക്കറും. അതെന്റെ ഒരു പരിചയക്കാരന്റെ വീടാണ്. അതാണ് അവരെന്നെ വിളിക്കാൻ കാരണം. നിന്നെക്കുറിച്ച് തോമാച്ചൻ സംശയം പറഞ്ഞ അന്ന് തന്നെ ഞാൻ ജാനകിയെയും പോളിനെയും നിന്റെ നാട്ടിലേക്ക് അയച്ചു. ഇപ്പം നീ ആരാണെന്നും എന്താണെന്നും വ്യക്തമായി നിങ്ങൾക്കറിയാമടാ, ഡോക്ടർ റൂപ്പൻ ഐസക്. Yes, Dr. Ruben. Half Malayali, half Tamil. You cannot do anything to me, Mr. Officer. നിയമത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രാന്തനാണ്. I am man and I love me. എന്നാലും കൊച്ചു പിള്ളേര് നീ. Sir, there is a good demand for children's internal organs in the black market. നീ ഈ നമ്പേഴ്സ് ഉപയോഗിക്കുന്ന എന്തിനാടാ? That's my weakness. ചെറുപ്പം പോലെ അങ്ങനെ. ഒരുപക്ഷെ നമ്പേഴ്സ് ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ പിടിച്ചേനെ. പിന്നെ ഇതൊക്കെ ഒരു രസമല്ല സാറേ. അവന്റെ ഒരു രസം. ഓഫീസേഴ്സ്, ഞാൻ നിങ്ങൾക്ക് വലിയൊരു ഓഫർ തരാം. ഇപ്പോൾ നിങ്ങൾ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഒരാൾക്കൊരു കൂടി. നിന്നെ കോടി പതപ്പിക്കാൻ സമയമായടാ. ഓ, എൻകൗണ്ടർ. Come on, do it, sir. പക്ഷേ ഇത് ഇവിടം കൊണ്ട് തീരില്ല. സാർ, ഇവനെ പിടിച്ച വിവരം മന്ത്രിയുമായി അറിയിക്കണ്ടേ? എന്നിട്ട് ഇവനൊക്കെ വീണ്ടും തിന്നുകൊടുത്ത ഗോവിന്ദചാമിയും ആനന്ദചാമിയുമായി ഇത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കറിയാമോ ഇവൻ കൊന്ന രണ്ടാമത്തെ കുട്ടി ആരായിരുന്നുവെന്ന്? ഇഷ, എന്റെ പെങ്ങളുടെ മോൾ, എന്റെ നെഞ്ചിൽ കിടന്ന് വളർന്ന കുട്ടി. നിനക്കുമില്ലടാ അലക്സേ ഈ പ്രായത്തിലൊരു മോള്? അപ്പോൾ ഇവനെ നമ്മൾ എന്ത് ചെയ്യും സാർ? നിങ്ങളുടെ മക്കളെ കൊന്നവനാ ദാ ഇവൻ. അവനെ എനിക്ക് ഇന്ത്യൻ കൊല്ലം സാറേ. ഞാൻ ജയിലിൽ പോയാലും വേണ്ടില്ല. ഇവരെ ഞങ്ങൾക്ക് വിട്ടുതാ സാറേ, വിട്ടുതാ സാറേ. ജയിലിൽ പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് ഞാനല്ലേ. ഞാനാണ് ഈ കേസിന്റെ ഫയൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇവനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇവൻ ജീവിക്കണോ അതോ മരിക്കണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ഉണ്ട് കുറെ എണ്ണങ്ങള്. പിന്നെ അല്ല കൊച്ചിനെ നീ ഒല്ലൂടെ പന്നി നിന്റെ